ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഞ്ചിത്തീയിലും ഉള്ളിത്തീയിലും ഒരേ സമയം ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയലാഭമുണ്ട്, പിന്നെ നല്ല ടേസ്റ്റായിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്നത് നമുക്ക് കുറച്ച് തേങ്ങ കൂടുതൽ വേണം, പിന്നെ കരിയാപ്പില വേണം, വറ്റൽമുളക് വേണം, പിന്നെ ഇഞ്ചി ഉള്ളിയും വേണമല്ലോ, പിന്നെ ശർക്കര വേണം, കായം വേണം, വാളംപുളി വേണം. ഇതൊക്കെ ഏത് ചേരുവയ്ക്ക് ഏത് ഇഞ്ചിക്കാണോ ഉള്ളിക്കാണോ ചേർക്കുന്നതെന്നൊക്കെ അറിയാൻ ഫുള്ള് കാണണേ, സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇഞ്ചിയാണെങ്കിലും നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഇതെല്ലാം ക്ലീനാക്കി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്നേ. അപ്പോൾ വറുത്തെടുക്കുന്നത് കൊണ്ട് പിന്നെ ഏകദേശം ഒരേ കനമാകാൻ ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞാൽ വണ്ണം ഒരേ കനമാകാൻ ശ്രദ്ധിക്കണം. ഇപ്പം വലിപ്പം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, ഈ വട്ടം കൂടിപ്പോയാൽ കുഴപ്പമില്ല. നമ്മൾ അരിയുന്ന ആ ഇതിലുണ്ടല്ലോ, അത് ഇച്ചിരി ഒരേ കനമാകാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളിയാണെങ്കിലും നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ തേങ്ങ വറുക്കുമ്പം വറ്റൽമുളകും കരിയാപ്പിലയും ഇച്ചിരി ഉപ്പുപൊടിയും മാത്രമേ തേങ്ങയ്ക്കകത്ത് ഇടുന്നുള്ളൂ വറുത്തെടുക്കാനേ. ആ തേങ്ങ വറുത്തെടുക്കുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഇഞ്ചി ഉള്ളിയും വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒരാളെങ്കിലും പുതിയതായിട്ട് അറിയാൻ മേലാത്തൊരു കാണും. കാരണം ഞാനൊക്കെ ഈ പല സാധനങ്ങളും യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്, കറികൾ വെക്കാനൊക്കെ. ഇതൊക്കെ മമ്മി ഉണ്ടാക്കുന്നത് കണ്ടതാണ് കേട്ടോ. മമ്മി എപ്പോഴും ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ അവധി വരുമ്പം, അതുപോലെ അപ്പൂനിപ്പോൾ സെമസ്റ്റർ കഴിഞ്ഞിട്ട് അവധിയാണ്, 5 ദിവസത്തേക്ക് അവധിയുണ്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ 5 ദിവസം, അല്ലെങ്കിൽ ഇവർ രാവിലെ പോയിട്ട് രാത്രിയിലല്ലേ വരുന്നത്, അപ്പോൾ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തീയൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതായിരുന്നേ. പിന്നെ കുറച്ച് എണ്ണ മതി കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കാനുള്ള എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ആ ഉള്ളി വറുത്തെടുക്കണം. ആദ്യം എന്ത് വന്നാലും നമ്മൾ ആദ്യം മാറിപ്പോരുത്, ഉള്ളിയെ വറുത്തെടുക്കാവുള്ളേ. ഉള്ളി ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചല്ലോ, അല്ലെങ്കിൽ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഉള്ളിയിലോട്ട് വരും. ഉള്ളിക്കറി റെഡിയാക്കി വെച്ചിട്ടാണ്, ഉള്ളിത്തീയിൽ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇഞ്ചിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിക്ക് ഇപ്പോൾ ഇച്ചിരി ഉള്ളിയുടെ ചുവയൊന്നും വന്നോർത്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പക്ഷേ ഉള്ളി ഫ്രഷ് ആയിരിക്കണം. കണ്ട് ഈ ബ്രൗൺ കളർ, ഈ ഗോൾഡൻ കളർ വരുമ്പോഴത്തേനും നമ്മളത് വാങ്ങിയെടുക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞു, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി വറുത്തൊന്നും എടുക്കണ്ട, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ തീയലെന്ന് പറയുമ്പം തീയലായിട്ടിരിക്കണമല്ലോ, അപ്പോൾ അത് ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കണം. വല്ലപ്പോഴും അല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ, എല്ലാ ദിവസവും നമ്മൾ തീയലുണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ ഞാനിത് പൊടിച്ച് കാണിക്കാം. ഇത് പൊടിയുന്ന പരുവമായി, പക്ഷേ കരിഞ്ഞിട്ടില്ല. ഇനി ഇത് നല്ലപോലെ മാറ്റി കളഞ്ഞിട്ട് അതേ എണ്ണയ്ക്കകത്തോട്ടാണ് നമ്മൾ ഇഞ്ചി വറുക്കുന്നത്. ഞാനൊരു പരിധി വരെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കും. പാവയ്ക്ക തീയിൽ വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്ത് കുറച്ച് ഭാഗം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുവേ. എന്നാന്ന് പറഞ്ഞാൽ എന്നാലും വറക്കണമല്ലോ തേങ്ങായ. അപ്പം ഒരുപാട് സാധനങ്ങൾ കറികൾ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയല്ലോ, എല്ലാ അച്ചാറുകളും മാത്രമേ വെക്കുകയുള്ളേ. ഇത് കണ്ടോ, ഇതിങ്ങനെ പൊടിയുന്ന കണ്ടോ നമ്മുടെ ഉള്ളി. പെട്ടെന്ന് ചെയ്യാവുന്ന, ഇതൊന്നും വലിയ പാടുള്ള പണിയൊന്നുമല്ല. സാധാരണ എല്ലാവരും ഓണത്തിനും വിഷുവിനും അങ്ങനെയുള്ള പിറന്നാളിനും ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ ഞാനിവിടെ പിള്ളേർക്ക് അവധി ദിവസം നോക്കിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വിനിച്ചേട്ടൻ കഴിക്കും. അപ്പം കൊളസ്ട്രോളൊക്കെ ഉള്ളപ്പം എനിക്ക് പേടിയുണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ വൈകുന്നേരം എഡിറ്റ് ചെയ്യുന്നത്, അന്നേരം മാക്സിമം അവർ കഴിച്ചു രണ്ടുപേരും. ഇഞ്ചി ആണെങ്കിലും നല്ല ബ്രൗൺ കളർ ആവുന്നോടം വരെ വറുത്തെടുക്കണേ. ഇഞ്ചിയും ഉള്ളിയും റെഡി ആയാലും ഈ തേങ്ങ അവിടെ ഇങ്ങനെ ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഗ്യാസ് കണക്ട് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെയുള്ള ദിവസമൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പിടിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അടുപ്പിൽ ചെയ്യേണ്ടി വരും. അടുപ്പിലാണെങ്കിലും നമുക്ക് ഈ ഒത്തിരി പുകയടിക്കുമ്പം ഭയങ്കര അസ്വസ്ഥത, ശ്വാസമുട്ടലൊക്കെ വരുവേ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കഥ പറഞ്ഞല്ല കേട്ടോ. പിന്നെ ഇഞ്ചി ഇതേ പരുവത്തിൽ വരണം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിയാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കേണ്ടതെന്ന്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങൾ വറുത്ത് റെഡിയായി കഴിയുമ്പോഴത്തേനും പകുതി നമ്മൾ എടുത്ത് ഉള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വറുത്തെടുക്കണം, അരച്ചെടുക്കണം. ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ അരകലയിലൊക്കെ അരച്ച് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. എൻ്റെ മമ്മിയൊക്കെ അങ്ങനെ അരച്ചെടുക്കാറ്, വെള്ളം തൊടാതെ അരകലയിൽ വെച്ച് അരച്ച്. ആ ടേസ്റ്റൊന്നും എങ്ങനെ നോക്കിയാലും ഞാനത് കഴിഞ്ഞ് മമ്മി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ് പിന്നെ ആ രുചിയിൽ ഒരു സാധനം പോലും കഴിച്ചിട്ടില്ല. മമ്മിക്ക് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കും. ഇനി എല്ലാ അമ്മമാരും ഒരുപോലെ അല്ലല്ലോ. പിന്നെ ഇത് അരപ്പൊക്കെ അരച്ചെടുത്തു കേട്ടോ. ഈ ഉള്ളിയുടെ അരപ്പെല്ലാം അരച്ച്, ഉള്ളി ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ റെഡിയാക്കി മാറ്റി വയ്ക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ പണി കിട്ടും, വേറെ ടേസ്റ്റ് വരും. ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടെ വന്നാൽ 2 കറി ഒരുപോലെ ഇരിക്കുമല്ലോ. അപ്പം ഇച്ചിരി എണ്ണ ഒഴിക്കണം, കാരണം എണ്ണയ്ക്കകത്ത് വറുത്തെടുത്താണല്ലോ. എന്നിട്ട് കടുക് പൊട്ടിച്ച്
വറ്റൽമുളകും കരിയാപ്പിലയാണ് കടുക് പൊട്ടിച്ച് വെച്ച് നമ്മൾ അരച്ച് വെച്ച ചേരുവ അതിലോട്ട് ഇടണം. എന്നിട്ട് അതിൻ്റെ അതോട്ട് ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും ചേർക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ വെള്ളം ഒഴിച്ചാൽ അരയ്ക്കുന്നത്. പുളിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി മുന്തി നിൽക്കണം, പുളിയും ഉപ്പും ഒക്കെ. അതിനാന്ന് പറഞ്ഞാൽ ഉപ്പ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു, പക്ഷേ ഇതിന് ഒട്ടും ഉപ്പില്ലാണ്ടായിപ്പോയി. ഞാൻ വെള്ളം ഒഴിച്ചല്ലോ, വെള്ളം ഒഴിച്ചാണല്ലോ അരച്ചത്. വെള്ളം ഒഴിക്കാതെ അരച്ച് ഉണ്ടാക്കി അതാട്ടോ ഒന്നുകൂടെ നല്ല. അങ്ങനെ അരയ്ക്കാൻ പറ്റുന്നവരെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി വറുത്ത് വെച്ചേക്കുന്ന അതിൻ്റെ അകത്തോട്ട് ഇടണം. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഈ ഉള്ളി വലിയ വണ്ണമുള്ള ഉള്ളി നമ്മൾ വറുത്തെടുത്തതല്ലേ. അപ്പോൾ ഈ ഉള്ളി മുഴുവൻ ഈ വെള്ളത്തിലോട്ടങ്ങ് കുതിരുവേ. അന്നേരം ഇത് നല്ല തിക്കായിട്ടിരിക്കും. അതിന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് ഞാനായിട്ട് പുതിയ കണ്ടുപിടുത്തം നടത്തുന്ന പോലെ പറയുന്നതായിട്ട് പറയും. അത് വിചാരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ. പിന്നെ നമുക്ക് കഷ്ടപ്പാട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേരം പോലെ തേങ്ങ ചിരണ്ടി വെക്കണം, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. പല പ്രാവശ്യം ഞാൻ പായസമൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പല പ്രാവശ്യം നമുക്ക് സഹായത്തിനൊന്നും ആരും ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ തേങ്ങ ചരണ്ടി തരും കേട്ടോ. അപ്പം നമ്മൾ പലപ്പോഴായിട്ടിരുന്ന് ചെയ്താൽ മതി. ഉള്ളിയാണേലും പല നേരം എടുത്ത് പൊളിക്കുക, ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് വയ്ക്കുക, എന്നിട്ട് അതെല്ലാം നമുക്ക് ഒക്കുന്ന നേരത്ത് ചെയ്യാണ്ട്. ഇപ്പം തന്നെ അത് തിക്കായി ചൂടാറി വരുമ്പോഴേ ഇനി ഇത് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇഞ്ചിക്കെട്ട് പണിയാൻ. ഇഞ്ചി വറുത്ത് എല്ലാം റെഡിയാണ്. ഇഞ്ചി വറുത്ത് ഇഞ്ചിയുടെ ചേരുവകൾ തേങ്ങായും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി അരച്ചിട്ടില്ലല്ലോ, ഇതിൻ്റെ അകത്ത് ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് അത്രയും വലിപ്പത്തിലല്ല ഇരിക്കുന്നത്. അപ്പം ഇഞ്ചിയുടെ ചേരുവകൾ വറുത്തതും കൂടെ കൂടി ബാക്കി ഉള്ളിയുടെ ബാക്കി പുളിവെള്ളവും എല്ലാം കൂടെ കൂടി, ഇതൊക്കെ ലാഭക്കളികൾ നോക്കുന്നതാണേ, ഒരുമിച്ച് അരച്ചെടുക്കുന്നത്. പോരാത്ത പുളി പിന്നെ ചേർത്താൽ മതി നമ്മൾ. എന്നിട്ട് ആ വെള്ളത്തിൽ നമ്മളത് നല്ലപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി അരച്ചാൽ എടുക്കുന്നതിൻ്റെ അകത്ത് വറുത്ത ഇഞ്ചി. പിന്നെ ആ ഇഞ്ചിയുടെ എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ എണ്ണയാണ് ഞാൻ ആ തുളയുള്ള ആ സ്പൂണിൻ്റെ അകത്ത് അരിച്ചെടുക്കുന്നത്. ഇച്ചിരിയേ ഒഴിച്ചാൽ മതി, കടുക് പൊട്ടിക്കാനുള്ളത് മാത്രം. കടുക് പൊട്ടിക്കണം, അല്ലെങ്കിൽ ഒരു സുഖമില്ല. നല്ലപോലെ കരിയാപ്പില വറ്റൽമുളകും ഒക്കെ ഇട്ട്, ആ വറ്റൽമുളക് നല്ല ബ്രൗൺ അല്ല, കരിയരുത്, കരിയുന്നതിന് മുന്നത്തെ സ്റ്റേജ് വരെ വറുത്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളിക്ക് ചേർക്കാത്ത 2-3 ചേരുവ കൂടുതൽ ഇഞ്ചിക്ക് ചേർക്കുന്നുണ്ട്, എന്നെങ്കിലും അത് അതിൻ്റെ ആ കുത്തലും അതെല്ലാം മാറത്തുള്ളൂ. ഇനി ഇത് നല്ലപോലെ നല്ല ഫൈനായിട്ട് നല്ലപോലെ മൊരിഞ്ഞ് വരണം ഇത്. അന്നേരം അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും തേങ്ങ വറുത്തതും എല്ലാം കൂടെ കൂടി വറുത്തരച്ചെല്ലാം കൂടെ അരച്ച് ചേർത്ത് നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ആവശ്യത്തിന് ചേരാത്ത പുളി നല്ലപോലെ ചേരേണ്ടി വരും. കാരണം ഇഞ്ചിക്കൊരു കവർപ്പും ഒരു കയ്പ്പ് സ്വാദും ഒരു എരിവും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കാശ്മീരി ചില്ലി ഇട്ടാൽ മതിയേ. പിന്നെ കായമാണ് നമ്മൾ ചേർക്കുന്നത്. ഈ കായം എനിക്ക് ഇഷ്ടമേ അല്ല, എനിക്ക് ഈ കട്ടക്കായം ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ല. ഈ കായം ഇടുമ്പോൾ വേറൊരു ചുവയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ പൊടി ഇടണം, ഒരുപാട് വേണ്ട. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇടണം. അത് നമ്മുടെ എന്തോരം ഉണ്ടെന്നനുസരിച്ച്. പിന്നെ ശർക്കര വേണം, നല്ല ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ടീസ്പൂൺ കുഞ്ഞല്ലേ, അതിൻ്റെ മേലെ ശർക്കര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ശർക്കരയാണെങ്കിലും മഞ്ഞ കളറുള്ള പോലത്തെ ശർക്കരയാണ് ഇപ്പോൾ കിട്ടുന്നത്. നല്ല ബ്രൗൺ കളർ ഡാർക്ക് കളർ ശർക്കര ഇടുവാണെങ്കിൽ നല്ലപോലെ കിട്ടിയേനെ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡിയായി നല്ല സെറ്റായിട്ടിരിക്കുക, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഈസിയാണ് കേട്ടോ, എല്ലാ ജോലിയും ഈസിയാണ്, നമ്മൾ ചെയ്ത് നോക്കിയെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അഭിപ്രായങ്ങളൊക്കെ പറയണം. ബാക്കി വീഡിയോ ഒക്കെ കയറി കാണണം. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളേ. അപ്പോൾ ശരി, ബായ്.